ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞാൻ ദേ ഇപ്പോൾ രാവിലെ എണീറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം. സോ ഇന്നലെ ഞാൻ സസ്പെൻസായിട്ട് പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയോ, അത് എനിക്ക് തൊണ്ടടപ്പാണ്, അത് ശരിയില്ല. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫോർച്യൂണറും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ പറയാൻ പറഞ്ഞു, ഡാഡി വാങ്ങി തന്നതാണ് ബർത്ത്ഡേക്ക്. ഈ ഫോർച്യൂണർ ഞാൻ മോഡിഫൈ ചെയ്യാൻ കൂട്ടത്തേക്ക് പറഞ്ഞു. ഡാഡി കുറച്ച് പൈസ അയച്ചു തന്നു കേട്ടോ. എൻ്റെ ഭാഷയല്ല, ഡാഡി കുറച്ച് പൈസ അയച്ചു തന്നായിരുന്നു. സോ ഞാൻ അതുകൊണ്ട് ഇതാക്കി, നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോകണം. ഡാഡി പറഞ്ഞു എന്തെങ്കിലും ജോലി കിട്ടണ ജോലിക്ക് പോടേ, പിന്നെ കിട്ടണ ജോലിക്ക് പോടേ എന്നൊക്കെ പറഞ്ഞ് ഇതായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് ഒറ്റ പൈസ പോലും തരില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് ഇതായി. പിന്നെ ഇന്നോവയൊക്കെ എനിക്ക് തന്നു കേട്ടോ. ഈ ഇന്നോവ എനിക്ക് തന്നു, ഉറൂസൊക്കെ എനിക്ക് തന്നു. ഡാഡി പുതിയ വണ്ടി വാങ്ങും തന്നു എന്ന് പറഞ്ഞാൽ തന്നു എന്നല്ല, ഡാഡി ഇല്ലാത്ത സമയത്ത് ഇത് എൻ്റെ വണ്ടി, ഞാൻ തന്നെ ശരിയാക്കണം. ഇപ്പോൾ ഡാഡി വീട്ടിൽ കയറില്ലെന്ന് പറഞ്ഞത് അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് പൈസ കിട്ടൂല എന്നാണ് പറഞ്ഞത്. ഇനി വീട്ടിൽ നിന്ന് ഈ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പൈസ കിട്ടൂല, പഠിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വഴിക്ക് പറഞ്ഞിട്ട് ഓക്കെ സെറ്റായി. പിന്നെ എന്തൊക്കെയായാലും ബസ് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞേ. ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ ഞാൻ, എന്നിട്ട് പറയാം. ഓക്കെ, ഇത് ഇന്നോവയാണ്, ഇന്നോവ ക്രിസ്റ്റയാണ്. എനിക്കിഷ്ടമുള്ളൊരു വണ്ടിയാണ് പപ്പയുടെ കളക്ഷൻസിൽ ഉറൂസിനേക്കാളും സീൻ വണ്ടിയാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഉറൂസിനേക്കാളും, ലംബോർഗിനി ഉറൂസിനേക്കാളും സീൻ വണ്ടിയാണിത്. ക്രിസ്റ്റിയ. ഇവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇവിടെ വർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ ഡ്രസ്സ് മാറിയില്ല, ഇന്നലെ തന്നെ ഇട്ടായിരുന്നു, കുഴപ്പമില്ലായിരിക്കൂലേ. നമുക്ക് എന്തെങ്കിലും പോവാം. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് പറയാം ഇതാട്ടോ. അപ്പോൾ എന്തൊക്കെയാലും ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്. സോ നമുക്ക് പോകേണ്ടത് സ്ഥലത്തിൻ്റെ പേരെന്താ? സ്ഥലത്തിൻ്റെ പേര് എനിക്കെന്തോ അറിയില്ല. കണ്ടക്ടർ ചേട്ടൻ എന്തോ പറഞ്ഞു. ചേട്ടാ, സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? അലൻസ് ലാൻഡ്. അലൻസ് ലാൻഡിലേക്കാണ് പോകേണ്ടത്. നമുക്ക് അലൻസ് ലാൻഡിലേക്കാണ് പോകേണ്ടത്. സോ അലൻസ് ലാൻഡിലേക്കാണ് പോകേണ്ടത്. സോ ഒരു പ്രശ്നമുണ്ട്, ജോൺ ട്രാവൽസ് ഏറ്റവും ബെസ്റ്റ് ട്രാവൽസ് ആണ്. സോ ഇവിടുന്ന് കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. അയ്യോ, അത് കാണൂല്ലോ. കുറേ ആൾക്കാർ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2-3 പേര് കയറിയിട്ടുണ്ട്. ഞാൻ അടുത്ത സ്റ്റേഷൻ്റെ പേരെന്താ? സാക്ലേൻഡാണ്. സാക്ലേൻഡും പോയിട്ട് ഇത് നോക്കാം. കേരളത്തെ സ്ഥലങ്ങളല്ലേ ഏട്ടാ? ചേട്ടൻ സംസാരിക്കണില്ല, ആദ്യം വീട്. നമുക്ക് എന്തെങ്കിലും പോവാം, ഓടിക്കാം. ഇത് എന്താ ചുരമൊക്കെ കയറിയിട്ടാണ് അലൻ ലാൻഡിലേക്ക് പോകേണ്ടത്. സോ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, മുമ്പിലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, 2 ബസ് സ്റ്റോപ്പാട്ടോ ഉള്ളത്. ഇവിടെ നിർത്തണോ? വേണ്ട. ഓക്കെ, പോയേക്കാം. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിർത്താമെന്നാണ് പറയണത്. 100 km/h പോണേ. ഫൈൻ വന്നു. എന്തുകൂടാ വണ്ടിയാടോ. ഇത് എൻ്റെ ഡാഡിയുടെ ഓഫീസ്. ഇതാണ് എൻ്റെ ഡാഡിയുടെ ഒരു ഓഫീസ് അപ്പുറത്താണ്. അവിടെ എനിക്ക് ജോലി കിട്ടണമെങ്കിൽ അത് ആർക്കിടെക്റ്റ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലെ സാധനം. പിന്നെ ഈ റോട്ടിലേക്ക് തട്ടൂലെന്ന് ചോദിച്ചാൽ ഇല്ല. റോട്ടിലേക്ക് തട്ടിയാലും ഇവിടെ അതില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റ റോട്ടിൽ കൂടെയാണ് പോകേണ്ടത് വണ്ടി, അതുകൊണ്ട് നമുക്ക് സീനില്ല. സോ എന്തൊക്കെയായാലും നമുക്ക് പെട്രോൾ അടിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഓക്കെ, അലൻ ലാൻഡിലേക്ക് പോകുന്ന ആൾക്കാർ വരുമോ? അലൻ ലാൻഡിലേക്ക് പോകുന്ന ആൾക്കാർ വരുമോ? അലൻ ലാൻഡ് 80 അലൻ ലാൻഡ്. അപ്പോൾ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ അലൻ ലാൻഡിലേക്ക്. വിളിച്ചു പറഞ്ഞു, അങ്ങനെ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. 1 മിനിറ്റ്. ഓക്കെ, സെറ്റ്, പോവാലേ? ലെറ്റ്സ് ഗോ. സോ പെട്രോൾ അടിക്കണമെന്നാണ്. പെട്രോൾ അടിക്കണ്ട, നമുക്ക് പിന്നെ തിരിച്ചു വന്ന വഴിക്ക് അടിക്കാം. ചുരം കയറാൻ നേരത്തെ എങ്ങനെ പെട്രോൾ കയറുന്ന മൂഫിയോടെ.
ഗൂംബിയോടെ ഗൂംബി 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 എന്ന് പറഞ്ഞാൽ അതായത് അലൻലാൻഡിലെ ലാംഗ്വേജ് ഗൂംബി ഹവോങ്കി സുംബംബെ അതൊക്കെ അലൻലാൻഡിലൊരു സംഭവമാണ്. അതൊക്കെ അലൻലാൻഡിലൊരു സംഭവമാണ്. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, ലേക്ക് വഴി വേണമെങ്കിൽ പോവാട്ടോ. അങ്ങനെയല്ലേ, ഇത് ജുറാസിക് പാർക്ക്. പാർക്കിൻ്റെ പേര് ജുറാസിക് പാർക്ക് എന്നിട്ടതാണ്. അതുകൊണ്ട് ഇത് ശരിക്കുള്ള ജുറാസിക് പാർക്കൊന്നുമല്ല. ചുരം മീൻസ് ചുരം അല്ല, ഇത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണിയാനായിട്ടുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് CM. ഇതുവരെ കുത്തനെ കയറ്റാൻ പോരേന്ന് ചോദിക്കും നിങ്ങൾ. കുത്തനെ കയറ്റിയൊരു പ്രശ്നമുണ്ട്, എങ്ങാലും വണ്ടി കൂടി പിന്നെ എടുക്കാൻ പറ്റില്ല. കാറായാലും അതെ, അതിനാണ് ഞാൻ എൻ്റെ വണ്ടി മോഡിഫൈ ചെയ്ത്. ഈ ചുരം എൻ്റെ ഫേവറേറ്റ് ചുരം കേട്ടോ. ചുരം എന്നൊക്കെ പറയാൻ പറ്റുമോട്ടെ ഇതിന്? ചുരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ എന്തൊക്കെയായാലും നമുക്ക് അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. സോ ഇതാണ് അലൻലാൻഡ് ബസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലം. അലൻലാൻഡ് ബസ് സ്റ്റേഷൻ എന്ന് മാത്രമുള്ള പേരേ ഉള്ളൂ. അലൻലാൻഡ് സിറ്റി എത്തിയിട്ടില്ല. അലൻലാൻഡ് ബസ് സ്റ്റേഷൻ അതൊരു വലിയൊരു സിറ്റിയാണ്, റാമ്പൊക്കെ ഉള്ളൊരു സിറ്റിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലമാണ് അലൻലാൻഡ് സിറ്റി. അലൻലാൻഡ് സിറ്റി അലൻലാൻഡ് സിറ്റി അലൻലാൻഡ് സിറ്റി 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 അലൻലാൻഡ് സിറ്റി. ഇതാണ് അലൻലാൻഡ് ബസ് സ്റ്റോപ്പ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് ഫ്ലോട്ടിങ്, അതായത് ഫ്ലൈയിങ് ബസ് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. ഈ ബസ് സ്റ്റോപ്പ് നിലത്ത് മുട്ടിയിട്ടില്ല. അത് ഈ ഒരു സ്ഥലത്ത് മാത്രം നിലത്ത് മുട്ടി, ബാക്കിയൊക്കെ പറഞ്ഞേക്കുക. കണ്ടോ, എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിക്കോളം നടക്കാം. കണ്ടോ, അയ്യോ നടക്കാൻ പറ്റില്ല. നടക്കാൻ പറ്റുമോന്നറി കണ്ട നടക്കാൻ പറ്റും. കണ്ട ഞാൻ ആ റോഡ് എങ്ങോട്ടാന്ന് തോന്നുന്നു, അത് അലൻലാൻഡിലേക്ക് തന്നെയാണ്. അലൻലാൻഡ് ജുറാസിക് പാർക്കൊക്കെ അലൻലാൻഡ് ആണെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ജുറാസിക് പാർക്ക് മൊത്തം അലൻലാൻഡ് അല്ല, ഈ ഒരു ഭാഗം മാത്രം. അതുവഴി അലൻലാൻഡിലേക്ക് പ്രവേശിക്കാം. ബട്ട് അവിടെ ഡിനോസർസ് ഇറങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഡിനോസർസിൻ്റെ മുട്ട എവിടെ നിന്നോ കണ്ടുപിടിച്ചിട്ട് പുതിയ ഡിനോസർസിനെ ഇതാക്കിയിട്ടുണ്ടല്ലോ. ഡിനോസർസ് ഉള്ളത് കൊണ്ട് തന്നെ പോകുന്നത് നടക്കില്ല അവിടെ, അതുവഴി പൂട്ടിയതാണ്. നമുക്ക് എന്തെങ്കിലും പോവാം. അടുത്ത സ്റ്റേഷൻ എത്തട്ടെ. അടുത്ത സ്റ്റേഷനില്ല, അടുത്ത സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ നിർത്തണം. ബസ് സ്റ്റോപ്പ് ഉണ്ടോ ഇപ്പോൾ? പണ്ടോന്ന് എനിക്കറിയില്ല, പണ്ടില്ലായിരുന്നു. ഇപ്പം ഉണ്ടോ? പുള്ളി ഉറങ്ങിയോ? പുള്ളി ഉറങ്ങിയിടാം. ഇനി റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഗൈസ്. ഓക്കെ, 100 km/h ഇത് ഓടണേ. ഇതൊക്കെയായാലും അലൻലാൻഡ് സിറ്റി ഇപ്പോൾ തന്നെ വൈകുന്നേരമായി. അലൻലാൻഡ് സിറ്റി എത്തി. ഇനി അലൻലാൻഡ് സിറ്റിയിൽ കുറച്ച് നേരം, അതൊരു ബീച്ച് സൈഡാണ്. നമ്മൾ ബീച്ച് സൈഡാണ് ഇറക്കേണ്ട ആൾക്കാർ. സിറ്റിയിലേക്ക് പ്രവേശിക്കണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവേശിക്കണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, സത്യമായിട്ട് അറിയില്ല. പ്രവേശിക്കേണ്ടായിരിക്കും, അതുവഴിയാണ് പോകേണ്ടത്. നോക്കട്ടെ, പ്രവേശിക്കാനുണ്ടോയെന്നറിയില്ല. പുള്ളി ഉറക്കമാണ്, പ്രവേശിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ബീച്ചിലാണ് എന്തൊക്കെയും സ്റ്റോപ്പ് കാണിച്ചേക്കുന്നത്. ഇവിടെ ആയിരിക്കും ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇതായിരിക്കും അലൻലാൻഡ് സിറ്റി എന്ന് പറഞ്ഞിട്ടാണോ? അലൻലാൻഡ് സിറ്റിന്ന് ഇതിൽ എഴുതിയിട്ടില്ല, അലൻലാൻഡ് എന്ന് എഴുതിയിട്ടുള്ളൂ. രാത്രി ആകുമ്പോൾ പോവായിരിക്കും. ഇതാണ് ദ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇറ്റ് ഈസ് അലൻലാൻഡ്. അലൻലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. ഇങ്ങനെ തന്നെ സെയിം സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും രാത്രിയായിട്ടേ പോവുള്ളൂ. അതുവരെ ഇവിടെ ഇരിക്കുക. മഴക്കാലമായതുകൊണ്ട് പണിയും കിട്ടി. ഇടി മിന്നലൊക്കെയാണ്. ഇവിടെ നിന്ന് ആൾക്കാരില്ലാന്ന് തോന്നുന്നു. നമുക്കെന്തെങ്കിലും പോവാട്ടോ. അത് വാട്ടർ പ്രൂഫൊക്കെ ആയതുകൊണ്ട് മനസ്സിലാകാത്തത്. ഓക്കെ 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 നമുക്ക് നല്ല മഴയാണ്. ഇത് നമ്മുടെ ഗ്ലാസ് മഴ വന്ന പോലെ തോന്നിക്കൂലാത്തതാണ്. മഴ ശരിക്കും പുറത്തുണ്ട്. തിരിച്ച് പോകണം. തിരിച്ച് കാടാണ്, അതാ. പിന്നെ ഇപ്പം തന്നെ എത്ര മണിയായി നോക്കട്ടെ കേട്ടോ. ഇപ്പം തന്നെ 9:30 ഇപ്പം തന്നെ 9:07 ഇല്ല 10:30 8:30 ആയിട്ടുള്ളൂ. എന്തൊക്കെയായാലും വീട്ടിലെത്തുമ്പോഴത്തേന് ഏകദേശം 10 അല്ലടാ, അത് നിർത്തിക്കൊണ്ടല്ലോ വന്ന്. ഇനി ഡയറക്റ്റ് വിടാമല്ലോ. 10, 11, 12, 11:30 എത്തേണ്ടതാണ്. നമുക്കിനി എന്തൊക്കെയായാലും വീട്ടിലെത്തണം. എന്തൊക്കെയാലും ആ ബസ് സ്റ്റോപ്പിലെത്തണം വരെ. ആ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് കാണാം. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ലാൻഡിലെത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ ബസ് വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. കണ്ടക്ടറിൻ്റെ വീട്ടിൽ വിട്ടിട്ട് നമ്മൾ നേരെ ബസ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു അല്ലേ?
അതെ അതെ, ബസ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് രാവിലെ എത്തിച്ചാൽ മതി. ഇതാണ് നമ്മുടെ സ്വന്തം പുള്ളിയുടെ ഫ്ലാറ്റ്. ശരിയാട്ടോ. ആ, വീട്ടിലേക്ക് പോവാം. വീട് ഇവിടെ നടത്താട്ടോ. ചേട്ടാ ഓക്കെ ഓക്കെ, ഇതൊരു വില്ലേജാണ്. പണ്ടത്തെ എൻ്റെ വീട് ഇവിടെയായിരുന്നു, എന്നിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. ഇവിടെ എനിക്കിപ്പോഴും വീടുണ്ട്. അത് ഞാൻ ഉണ്ടാക്കട്ടെ. വീട്ടിലെൻ്റെ ഫോർച്യൂണറൊക്കെ ഇരിപ്പുണ്ട്. വീട്ടിൽ കയറ്റണോടെ വണ്ടി? കയറ്റേക്കാം. ജോൺ ട്രാവൽ സീനാണോ? കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ അയ്യോ, നാളെ ട്രിപ്പില്ല. എനിക്ക് ട്രിപ്പില്ല. ഈ വണ്ടി എൻ്റെയാണ്. ഒരു ബ്ലൂ വണ്ടിയും കൂടി ഉണ്ട്. ആ ബ്ലൂ വണ്ടിയാണ് അടുത്ത മറ്റേ പുള്ളിയുടെ. ഈയോടെ എൻ്റെ എന്തൊക്കെയായാലും നല്ല മഴയാണ്. എന്തൊക്കെയായാലും നാളെ എനിക്ക് രാവിലെ എനിക്ക് ഇതിൽ പോകാനുണ്ട്. ഇതിന് പോകണം. ഓക്കെ നമുക്ക് എന്തൊക്കെയായാലും ഇപ്പോൾ ഒന്ന് കിടന്നേക്കാം, ഒന്ന് മയങ്ങിയേക്കാം. സുഖം. എന്തൊക്കെയായാലും ഇത് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ മഴ കുറഞ്ഞിട്ടില്ല. എൻ്റെ ഇന്നോവ അവിടെ ഇരിക്കുവാണ്. ഇന്നോവ പോയി കൊണ്ടുവരണം, വണ്ടി അവിടെ വെക്കണം. ഇപ്പം എൻ്റെ ഇന്നോവ അവിടെ ഇരിക്കുക. ഡാഡി വഴുക്ക് പറയും അവിടെ ഇങ്ങനെ പോയാൽ. അല്ലടാ, ഇന്നോവ നമുക്ക് ടാക്സി വിളിക്കാം. ടാക്സി വിളിച്ച് ഇന്നോവ എടുത്തിട്ടും വേണം അവിടെ പോകാൻ. ഗൂഡ്സിൻ്റെ ഇതിൽ പോകാൻ. ഗൂഡ്സിൻ്റെ ഇതിൽ പോയിട്ട് കാര്യമുണ്ടോ? ടാക്സി വിളിക്കട്ടെ. ഓക്കെ, എന്തെങ്കിലും വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടാക്സി എന്തൊക്കെയാലും വിളിച്ചിട്ടുണ്ട്. നമുക്ക് പോവാം കേട്ടോ. ഓട് വഴിയാടേ? ഓട് വഴിയാ? ജസ്റ്റ് ഒരു ലൈൻ വരുന്ന ടാക്സി. ഇന്നോവ എടുക്കാൻ പോകുന്നുണ്ട്. ഇന്നോവ എടുത്തിട്ട് വരാം. അവിടെ സമയം ഭയങ്കരമായിട്ട് ലേറ്റായിട്ട്. ഇപ്പം തന്നെ അവിടെ 10 മണിയായിട്ടാ. 11 മണിക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. പെട്ടെന്ന് ഇന്നോവ കിട്ടിയാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഇപ്പം പുള്ളിയാണെങ്കിൽ കുറച്ച് സ്ലോ ആണ് കേട്ടോ. 100 കയറ്റുള്ളൂ. 100 പോകുള്ളൂ പുള്ളിയുടെ വണ്ടിയുടെ. പോകുന്ന ഡൗട്ടാണല്ലോ. 100 പോകണ്ടോ നോക്കട്ടെ. പുള്ളിക്ക് അത്ര വണ്ടി ഓടിക്കാൻ അറിയില്ല കേട്ടോ. എടാ, ഇന്നോവ എടുത്തുകൊണ്ടോടെ? അത് ഞാൻ പാറിപ്പോടാം. ചേട്ടൻ്റെ വണ്ടി കൊണ്ടുവന്ന ആരാടേ? ഇവിടെ വന്ന് എടുത്തോ. അവൻ്റെ തള്ളിയിട്ടിട്ട് ഞാൻ വണ്ടി എടുത്തു. ഇതേ എവിടെ ഇരിപ്പുണ്ട്. ആ പോ. എവിടെയെങ്കിലും ജോലി പോ. അവിടെ കൃത്യസമയത്ത് വന്നെന്നാ പറഞ്ഞേക്കണേ. ഇന്നലെ രാത്രി തന്നെ എടുത്താൽ മതിയായിരുന്നു. എനിച്ചതും ലേറ്റായി. ഇന്നലെ ജോലിക്ക് പോയിട്ടുണ്ട്. ഏട്ടാ, എന്ത് ചെയ്യൂടാ ഞാനിഞ്ഞ? പോ. ഡാഡിയുടെ വണ്ടി ഇടിച്ചാൽ പണി കിട്ടൂലോ. വീടെത്തി. ഡാഡിയുടെ വണ്ടി ശരിയാക്കിയേക്കാം. ഇവിടെ ഒരു വർക്ക്ഷോപ്പ്, ഇത് ഗോഡൗന്. ഇവിടെ ഒരു വർക്ക്ഷോപ്പും കൂടി ഉണ്ട്, കൊടുത്തേക്കാം. ചേട്ടാ, ഈ വണ്ടി ശരിയാക്കിയേക്കണേ. സാറേ, എൻ്റെ ഇത് എവിടെ? വണ്ടിയുടെ ചാവി.
വണ്ടിയുടെ ചാവിയാൻ്റെ വണ്ടിയുള്ള ആ നീ നിൻ്റെ അടുത്ത് സമയത്ത് വന്നെന്ന് പറഞ്ഞ് ഇപ്പം 11 മണി ഷാർപ്പ് ടൈമാണ്. നിൻ്റെ ജോലി ഇവനും എടുത്തു. നിനക്ക് ഇപ്പോൾ പോവാം. ചേട്ടാ എന്താണ് ആടാ, എന്നാലും എനിക്ക് മിസ്സായി ഈ വണ്ടി കാരണം. വണ്ടി ഞാൻ ഇന്നലെ പറഞ്ഞു. ഞാൻ എൻ്റെ വണ്ടിനെ ഈ മൈറ്റമ്മല്ലേ പോലെ അവൻ്റെ വണ്ടി തരില്ല. എനിക്ക് ജോലി ചോദിച്ചപ്പോൾ നീ എൻ്റെ തൊന്തയ്ക്ക് വിളിച്ചിടണം. പോലീസ് ക്രോസിനാവുമോടെ? എന്തൊക്കെയാലും സ്കൂട്ടാവാം പെട്ടെന്ന് തന്നെ. എന്നെ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് സ്കൂട്ടാവാം. എൻ്റെ അമ്മൂമ്മയുടെ ജോലി അവർക്ക് വേണം. വണ്ടിയും ശരിയാക്കണം. വീട്ടിലേക്ക് വിളിക്കാം ഞാൻ റിപ്പയറിങ്. ഇന്നത്തെ ദിവസവും പോയി അവനെയൊക്കെ പിടിച്ച് എടാ എൻ്റെ അടുത്ത് ഇപ്പം അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ് നോക്കട്ടെ എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ. പക്ഷെ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം 5 ലക്ഷം രൂപയുണ്ട്. ഓക്കെ 5 ലക്ഷം രൂപയുണ്ട് ഇപ്പം എൻ്റെ അക്കൗണ്ടിലപ്പോൾ. 50 ലക്ഷം രൂപയുണ്ട്. അപ്പം 50 ലക്ഷത്തിന് എടാ ടാക്സി. എടാ എനിക്കൊരു ഇന്നോവ എടുത്തിട്ട് ടാക്സി ജോലി ചെയ്താൽ പോരെ? ഇന്നോവ 7 സീറ്റർ കുറേ പൈസയും കിട്ടും. ഓക്കെ അപ്പോൾ ഇന്ന് എനിക്ക് എന്തൊക്കെയായാലും വയ്യ. ഇനി നാളെ ബസ് ഓടിക്കണം. എന്തായി തീരുമെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി എന്നാൽ ഓക്കെ, ബൈ.